നമസ്കാരം. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ജനുവരി 17 നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ദശാബ്ദങ്ങളായി രാജ്യം ഭരിക്കുന്ന യൊവേരി മുസവേനിയും യുവജനങ്ങളുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ബോബി വൈനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ സൈനിക നടപടികളിലേക്കും വീട്ടുതടങ്കലിലേക്കും വഴിമാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പായി നാഷണൽ യൂണിറ്റി പ്ലാറ്റ്ഫോം അഥവാ NUP നേതാവ് ബോബി വൈനിന്റെ വസതി സുരക്ഷാ സേന വളയുകയും അദ്ദേഹത്തെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധം വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 1986 മുതൽ ഉഗാണ്ടയിൽ അധികാരത്തിലിരിക്കുന്ന 79-കാരനായ മുസവേനി 6ാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം യുവാക്കൾ ബോബി വൈന് പിന്നിൽ അണിനിരക്കുന്നു എന്നതാണ് ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായും വോട്ടിംഗ് രീതികളിൽ കൃത്രിമം കാണിച്ചതായും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള അക്രമങ്ങൾ തടയാനും ക്രമസമാധാനം നിലനിർത്താനുമാണ് സൈനികരെ വിന്യസിച്ചതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിച്ചതും ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും ഭരണകൂടം ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ലോകരാഷ്ട്രങ്ങളും ആഫ്രിക്കൻ യൂണിയനും ഉഗാണ്ടയിലെ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബോബി വൈനെതിരെയുള്ള നീക്കം ഉഗാണ്ടയിലെ ജനാധിപത്യ പ്രക്രിയയെ വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ജനരോഷവും ഉഗാണ്ടയുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. യൊവേരി മുസവേനി എന്ന ഒരേയൊരു ഭരണാധികാരിക്ക് കീഴിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി തുടരുന്ന ഭരണമാണ് ഉഗാണ്ടയിലെ ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ആധാരശില. 1986-ൽ അധികാരം പിടിച്ചെടുത്ത മുസവേനി ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്റെ അധികാര കാലാവധി നീട്ടിയെടുത്തത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തി. ഇതിനെതിരെയുള്ള ജനരോഷം, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സൈന്യത്തിന് ഭരണകാര്യങ്ങളിൽ അമിതമായ സ്വാധീനമുള്ളതും പ്രതിപക്ഷ ശബ്ദങ്ങളെ രാജ്യദ്രോഹമായി മുദ്രകുത്തുന്നതും ഉഗാണ്ടൻ രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നു. സമാധാനപരമായ അധികാര കൈമാറ്റം നടക്കാത്തത് ജനങ്ങളിൽ ഭരണകൂടത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും തൊഴിലില്ലായ്മയുമാണ് ഉഗാണ്ട നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി. രാജ്യത്തെ ജനസംഖ്യയിൽ 75%-ലധികം പേരും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് പോലും ജോലി ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം വളരാൻ ഇടയാക്കി. സംഗീതത്തിലൂടെയും കലയിലൂടെയും യുവാക്കളെ സ്വാധീനിച്ച ബോബി വൈനെ പോലുള്ള ഒരു നേതാവിന് പിന്നിൽ ജനങ്ങൾ അണിനിരക്കുന്നത് ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥ മൂലമാണ്. ദാരിദ്ര്യവും അഴിമതിയും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ വിഭവങ്ങളുടെ വിതരണത്തിൽ നടക്കുന്ന വിവേചനം പ്രാദേശികവും വംശീയവുമായ ചേരിതിരിവുകൾക്കും കാരണമാകുന്നുണ്ട്. കൂടാതെ ഉഗാണ്ടയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതും മാധ്യമങ്ങളെ സെൻസർ ചെയ്യുന്നതും ഭരണകൂടം ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. സുരക്ഷാ സേനയെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുന്നതും പ്രതിഷേധക്കാരെ അക്രമാസക്തമായി നേരിടുന്നതും രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അന്തസത്ത തകർക്കുകയാണ് ചെയ്യുന്നത്. അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളും ആഭ്യന്തര കലാപങ്ങളുടെ ചരിത്രവും ഉഗാണ്ടയുടെ സമാധാനപരമായ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട്. ചുരുക്കത്തിൽ അധികാരമോഹവും സാമ്പത്തിക പ്രതിസന്ധിയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പരാജയവുമാണ് ഉഗാണ്ടയെ ഇത്തരമൊരു കടുത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഉഗാണ്ടയിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന പ്രധാന ഘടകം അവിടുത്തെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഭരണകൂടം തങ്ങളുടെ അധികാരം നിലനിർത്താൻ സൈനിക ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ പ്രവർത്തകരെ തടവിലാക്കുന്നതും ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കുന്നതും അവിടെ പതിവാണ്. മാധ്യമ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തിയതും ഇന്റർനെറ്റ് സേവനങ്ങൾ അടിക്കടി വിച്ഛേദിക്കുന്നതും വഴി ജനങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങളെ പോലും അക്രമാസക്തമായ രീതിയിലാണ് സുരക്ഷാ സേന നേരിടുന്നത്. ഇത് രാജ്യത്ത് ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്തെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ ഉഗാണ്ട നേരിടുന്ന വെല്ലുവിളികൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാം. ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായിട്ടും യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ ഉയർന്നതാണ്. ഗ്രാമീണ മേഖലകളിൽ ദാരിദ്ര്യം ഇന്നും വലിയൊരു ഭീഷണിയായി തുടരുന്നു. ഭരണകൂടത്തിന്റെ അഴിമതിയും വിഭവങ്ങളുടെ ദുർവിനിയോഗവും കാരണം വിദേശ സഹായങ്ങൾ പോലും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ അഥവാ GDP-യിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെങ്കിലും ആധുനികവൽക്കരണത്തിന്റെ കുറവും കാലാവസ്ഥാ വ്യതിയാനവും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളുടെ കണക്കനുസരിച്ച് ഉഗാണ്ടയുടെ കടബാധ്യതകൾ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി നീക്കിവെക്കുന്ന തുകയേക്കാൾ കൂടുതൽ സുരക്ഷാ കാര്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ ചെലവഴിക്കുന്നു എന്നതും
വിമർശനത്തിന് ഇടയാക്കുന്നു. ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് സാധാരണക്കാരെ ഭരണകൂടത്തിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളും സാമ്പത്തിക പരാജയങ്ങളും ഒത്തുചേരുമ്പോൾ ഉഗാണ്ട ഒരു വലിയ സാമൂഹിക പൊട്ടിത്തെറിയുടെ വക്കിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഉഗാണ്ടയിലെ നിലവിലെ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും അതീവ ഗൗരവകരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. UN മനുഷ്യാവകാശ വിഭാഗം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഉഗാണ്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും അടിച്ചമർത്തലുകൾക്കും ഭീഷണികൾക്കും നടുവിലാണ്. UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പ്രതിപക്ഷ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ നടക്കുന്ന ക്രൂരമായ നടപടികളെ പരസ്യമായി അപലപിച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധങ്ങളെ നേരിടാൻ മാരകായുധങ്ങളും വെടിയുണ്ടകളും ഉപയോഗിക്കുന്ന സർക്കാർ നടപടി അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളെ അന്യായമായി തടവിലാക്കുന്നതും ഡ്രോൺ എന്ന് വിളിക്കപ്പെടുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിനുമെതിരെ UN വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബോബി വൈനിന്റെ വീട്ടുതടങ്കൽ നിയമവിരുദ്ധമാണെന്നും ജനാധിപത്യപരമായ സംവാദങ്ങളെ ഇല്ലാതാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ലംഘനങ്ങളിൽ അന്വേഷണം വേണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഐക്യരാഷ്ട്രസഭ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഉഗാണ്ടൻ സർക്കാർ ഈ നിർദ്ദേശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. 2023 ഉഗാണ്ടയിലെ തങ്ങളുടെ മനുഷ്യാവകാശ ഓഫീസ് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉഗാണ്ടയ്ക്ക് മേൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർക്ക് വിസ നിരോധനവും ആസ്തി മരവിപ്പിക്കലും ഏർപ്പെടുത്തുന്ന മാഗ്നിറ്റ്സ്കി ആക്ട് പ്രകാരമുള്ള നടപടികൾ വേണമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യം തടയുന്നതിനെതിരെയും ആഗോളതലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ആഫ്രിക്കൻ യൂണിയനും ഉഗാണ്ടയിലെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് മുസവേനിയുടെ അധികാര ശക്തിക്ക് മുന്നിൽ ഇത്തരം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. 2026 ജനുവരിയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പോടെ ഉഗാണ്ടയിലെ രാഷ്ട്രീയ സാഹചര്യം മുൻപത്തേക്കാളും വഷളായിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം 2026 ജനുവരി ആദ്യവാരം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാത്രം 550-ലധികം രാഷ്ട്രീയ പ്രവർത്തകരെ ഭരണകൂടം തടവിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ബോബി വൈനിന്റെ നാഷണൽ യൂണിറ്റി പ്ലാറ്റ്ഫോം അംഗങ്ങളാണ്. പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഡ്രോൺ എന്നറിയപ്പെടുന്ന രഹസ്യ വാഹനങ്ങളിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതും അനൌദ്യോഗിക തടവറകളിൽ പാർപ്പിക്കുന്നതും വ്യാപകമാണെന്ന് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചത് വോട്ടിംഗിലെ കൃത്രിമങ്ങൾ പുറംലോകം അറിയാതിരിക്കാനാണെന്ന കടുത്ത വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഉഗാണ്ടയിലെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും പുറത്തുവിടുന്ന വിവരങ്ങൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഉഗാണ്ട 6.3% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് IMF പ്രവചിക്കുമ്പോഴും ഈ വളർച്ചയുടെ ഗുണഫലം സാധാരണക്കാരിലേക്ക് എത്തുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുന്നത് പ്രധാനമായും എണ്ണ, വാതക മേഖലകളിലെ നിക്ഷേപങ്ങൾ മൂലമാണ്. എന്നാൽ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. 2025 ഏകദേശം $2 ബില്യൺ പുതിയ ധനസഹായം ലോകബാങ്ക് പ്രഖ്യാപിച്ചെങ്കിലും അഴിമതിയും വിഭവങ്ങളുടെ അസമമായ വിതരണവും കാരണം ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യ നിരക്ക് ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാകുന്നതിന്റെ ഭാഗമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉഗാണ്ടൻ ഉദ്യോഗസ്ഥർക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2023 നടപ്പിലാക്കിയ വിവാദപരമായ നിയമങ്ങളെ തുടർന്ന് ഉഗാണ്ടയുടെ വ്യാപാര ആനുകൂല്യങ്ങൾ അമേരിക്ക റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെ 2025 മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നേരിട്ട് പങ്കുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വിസ നിരോധിക്കുകയും ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്യുന്ന നടപടികളിലേക്ക് രാജ്യാന്തര സമൂഹം കടന്നു. എന്നാൽ ഇത്തരം ഉപരോധങ്ങളെ നേരിടാൻ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായും ബ്രിക്സ് കൂട്ടായ്മയുമായും ഉഗാണ്ട ബന്ധം ശക്തമാക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അധികാര തുടർച്ചയ്ക്കായി ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നടപടികളും തകരുന്ന ജനാധിപത്യ സംവിധാനങ്ങളും ഉഗാണ്ടയെ ഒരു വലിയ രാഷ്ട്രീയ സ്ഫോടനത്തിലേക്കാണ് നയിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.